നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം AFF സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നല്ലോ. ഈ ആഴ്ച, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത ആഴ്ച എന്നാണ്, അതായത് ഈ ആഴ്ച ISLൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുമെന്ന്. അതിൻ്റേക്കുള്ള നീക്കം എന്ന തരത്തിൽ ഇന്ന് AFFൻ്റെ മീറ്റിംഗ് രാവിലെ വിളിച്ചിട്ടുണ്ട്. ആ കാര്യം മാർക്കസ് മെർഹുലാവ് സ്ഥിരീകരിക്കുന്നു. AFF ഹാസ് കോൾഡ് ഫോർ ആൻ എമർജൻസി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഓൺ ട്യൂസ്ഡേ മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഓർഗനൈസിങ് ഓഫ് ദി ISL ആൻഡ് I ലീഗ് ഫോർ ദി 2025-26 ഷോർട്ട് ടേം എഡിഷൻ. അപ്പം ഈ ഒരു സിംഗിൾ അജണ്ട വെച്ചിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ്. അതായത് ഈ ലീഗുകൾ ISLും I ലീഗും ഈ വർഷത്തേക്ക് ഷോർട്ട് ടേമിലേക്കുള്ള ആ ഒരു നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ മീറ്റിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ആ ഒരു ഡേറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. എന്നാൽ മാർക്കസ് മെർഹുലാവോ പറയുന്നത് ഇന്ന് ഡേറ്റ് അനൗൺസ് ചെയ്യും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം 5 കോടിക്ക് അധികമായിരിക്കും ലീഗ് നടത്തിപ്പിൻ്റെ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കൊണ്ട് ജനറൽ ബോഡിയുടെ അപ്രൂവൽ ആവശ്യമാണ്. ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡേറ്റ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല AFF ക്ലബ്ബുകൾക്ക് പ്രപ്പോസൽ അയക്കേണ്ടതുണ്ട്. ദെൻ അതിന് ശേഷം മാത്രമാണ് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ലീഗിൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സിംഗിൾ ലെഗ് സെൻട്രലൈസ്ഡ് ഫോർമാറ്റ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്ലബ് കൺഫർമേഷൻ ലഭിക്കുക AFFൻ്റെ പ്രപ്പോസൽ അവർക്ക് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും. ഏതായാലും ഇങ്ങനെ ISLൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരവേ FC ഗോവ ഒരു കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സസ്പെൻഡ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്യുകയല്ല, സസ്പെൻഡ് ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് ഫസ്റ്റ് ടീമിനെ അറിയിച്ചിരിക്കുന്നു. FC ഗോവ ഒഫീഷ്യലി ഇൻഫോംഡ് പ്ലേയേഴ്സ്, കോച്ച് ആൻഡ് സ്റ്റാഫ് ദാറ്റ് ക്ലബ് ഈസ് സസ്പെൻഡിങ് ഓൾ ഫസ്റ്റ് ടീം ഓപ്പറേഷൻ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. CEO രവി പുഷ്കർ ഈ കാര്യം ഓൺലൈൻ മീറ്റിങ്ങിലൂടെയാണ് എല്ലാവരെയും അറിയിച്ചിട്ടുള്ളത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇത് സസ്പെൻഷനാണ്, ഷട്ട് ഡൗൺ അല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് കാര്യങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി FC ഗോവ അവരുടെ പ്രവർത്തനങ്ങൾ റെസ്യൂം ചെയ്യുകയും ചെയ്യും. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൽ ഡാർക്ക്നെസ് അങ്ങനെ തുടരുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിന് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.